എന്ന സിനിമയിലാണ് ഒരു ശക്തമായൊരു കഥാപാത്രത്തെ ഈ അബൂബക്കർ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കലാകുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ആൾ ടോം തുടരുന്നുണ്ട്. ടോം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പലതും ചെറിയ വേഷങ്ങളാണ്. ആ ചെറിയ വേഷങ്ങൾ നവാസിനെ ഏൽപ്പിക്കുന്നത് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിനൊരിടമുണ്ട് എന്നതുകൊണ്ടാണ്. അത് ചിരിപ്പിക്കാനുള്ള വേഷം ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളിലൂടെയാണല്ലോ നവാസ് കടന്നു വന്നത്. അഭിലാഷ്, തീർച്ചയായും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടക നടനും നാടക പ്രവർത്തകനൊക്കെ ആയിരുന്ന അബൂബക്കറിൻ്റെ അതോടൊപ്പം സഹോദരൻ നിയാസ് ബക്കറുടെയൊക്കെ പാത പിന്തുടർന്നാണ് നവാസ്, കലാഭവൻ നവാസ് ഈ കലാരംഗത്തേക്ക്, സിനിമാ രംഗത്തേക്കും മിമിക്രി രംഗത്തേക്കും ഒക്കെ കടന്നു വരുന്നത്. അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ സാജു നവോദയ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സാജു നവോദയ, താങ്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയും അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ഒരു സഹോദര തുല്യനാകുന്ന ഒരാൾ വിട പറയുമ്പോൾ എങ്ങനെയാണ് ദുഃഖകരമാകുന്ന ഈ വേളയിലും ഓർത്തെടുക്കാൻ പറ്റുക? നമുക്ക് മനസ്സിലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഷോക്കായി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് എന്താ പറയണ്ടേ ഒന്നും അറിയില്ല ഈ സമയത്ത്. തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു വിയോഗത്തെ നമുക്ക് ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് താങ്കളെ വേദനിപ്പിക്കുകയല്ല എങ്കിലും ഒരു വലിയ കലാകാരനാണ് യാത്ര പറയുന്നത്. എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം. നന്നായി ഗാനം ആലപിക്കും. അത് കോമഡി ഗാനങ്ങളാണെങ്കിൽ ആ തരത്തിൽ ശബ്ദമൊക്കെ മാറ്റിയിട്ട് ആലപിക്കും. ഈ മിമിക്രി കാസറ്റുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഈ മിമിക്രി എങ്ങനെയാണോ മാറിയത് ആ മാറ്റങ്ങളിലെല്ലാം ഒരു പരിധിവരെ നവാസും ഭാഗമായിരുന്നു അല്ലേ? അതെ അതെ. ഇതിപ്പോ ഞാനും എന്നെ പോലെയുള്ള എന്റെയൊക്കെ ആ ഒരു ഇതിൽ വന്ന കുറെ ആർട്ടിസ്റ്റുകൾ, ഇതെല്ലാം നവാസ്കേനെ ഇവരെയൊക്കെ കണ്ടുപഠിച്ച് തന്നെ വന്നേക്കുന്ന ആൾക്കാരാ. അതുകൂടാതെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ മായിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു. മിക്കവാറും എപ്പോഴും ഈ ഇടയ്ക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്താ പറയാനും പറ്റുന്നത്? ശരി, ഞങ്ങളുടെ എല്ലാം ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ആളാണ് നവാസിക്ക്. ഞങ്ങൾ ഇപ്പൊ ഈ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഇടയിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠനാണ്. ഇപ്പോൾ താങ്കളാണെങ്കിലും ഈ രംഗത്തൊക്കെ നിൽക്കുമ്പോൾ താങ്കളെ അടയാളപ്പെടുത്തുന്ന ചില സിനിമകളും ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ നവമി പറഞ്ഞതുപോലെ ഈ കൊടകര എന്ന് പറഞ്ഞ് ആളുകൾ വിളിച്ചു കയറ്റുന്ന രംഗം, അതൊക്കെ ഈ സ്റ്റേജിലും അത്തരം ചില തൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിരുന്നു. വെട്ടം പോലെയുള്ള സിനിമകളിലെ ഈ കോമഡി ചെയ്യുന്നതിൽ മാത്രമല്ല, പാടുന്നതിലും ഒക്കെ എല്ലാ രീതിയിലും ചാനൽ ഷോകളിലാണെങ്കിലും ഇരുന്നാണെങ്കിലും അതിൽ പാട്ട് പാടുന്നതിലും ഹിറ്റ് ചെയ്യുന്നതിലും ഏത് രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം നിറഞ്ഞൊരു കലാകാരനായിരുന്നു. മാപ്പിളപ്പാട്ടുകളും നന്നായി പാടുമായിരുന്നു അല്ലേ? അതെ 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 അതെ. ഏത് ഷോയ്ക്കാണെങ്കിലും സ്റ്റേജിൽ പാടും ഉറപ്പായിട്ടും. വളരെ നന്ദി. മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ രംഗത്തുള്ളവർക്ക് അങ്ങേയറ്റം വേദനാജനകമാകുന്ന ഒന്നാണ്. കാരണം അവരൊക്കെ